ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദയയും ശബരിയും കൂടി സംസാരിക്കാനായിട്ട് അപ്പോൾ ശബരി പറയണേ, എൻ്റെ ചേച്ചി ഞാൻ ചോദിക്കാൻ വെച്ചിരിക്കുന്ന ആ വാക്കുകളാണ് വാസന്തി ചേച്ചി ചോദിച്ചത്. എന്നാലും വാസന്തി ചേച്ചിയിൽ നിന്നും ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നിങ്ങനെ ദയോട് പറയുമ്പോൾ ദയ പറയാണ്, എനിക്കറിയാം ശബരിയേട്ടാ, ഞാൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണെന്ന് എനിക്കറിയാം. ആരോടും ഒന്നും മിണ്ടാതെ പെട്ടെന്ന് അവിടോട്ട് ഞാൻ പോയി, അത് തെറ്റ് തന്നെയാണ്. അതിനൊക്കെ കാരണക്കാരി ആ സുശീലാൻ്റിയാണ്. ആ സുശീലാൻ്റി എന്നോട് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ ആ വാക്കുകളാണ് എന്നെ വല്ലാതെ വേദനിപ്പിച്ചത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്താണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന ഇതിനിടയ്ക്ക് ഇങ്ങനെയും ഉണ്ടായോ? തീർച്ചയായും ഈ വീട്ടിൽ വാസന്തി ചേച്ചി അച്ഛനോടും എല്ലാം വന്ന് സുശീലാൻ്റിയാണ് പറഞ്ഞത്. അതിനുശേഷം അവരെ കാണാൻ ഞാൻ പോയി. അപ്പോൾ അവരെന്നോട് പറഞ്ഞ വൃത്തികെട്ട നാക്കുകൊണ്ട് അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ കത്തി കൊണ്ട് എൻ്റെ നെഞ്ചിൽ കുത്തിത്തറക്കുന്നത് പോലെ വേദനയാണ് ഉണ്ടായത്. അപ്പോഴേ എനിക്ക് ആ നിമിഷം മറ്റൊന്നിനെയും കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല. ശബരിയേട്ട, ഇതിനൊരു അറുതി വരുത്തണം. അവൻ ആ 20 ലക്ഷം കൊടുത്തെങ്കിലേ അവൻ എന്നിൽ നിന്ന് അകന്നു പോവും എന്നുള്ള ആ ഒരു ചിന്തയാണ് എന്നിലുണ്ടായത്. പക്ഷേ അവൻ ഇത്രത്തോളം ഫ്രോഡാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവൻ എന്നെ കൊണ്ടുപോകുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ ദയ പറഞ്ഞ് കരയുമ്പോൾ ശബരി പറയണേ, എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഇങ്ങനെ എടുത്തു ചാട്ടം ഒന്നിനും പാടില്ല. ആര് എന്ത് പറഞ്ഞാലും അതിന് മറുപടി നൽകാതെ മൗനമായി നിൽക്കുകയാണ് ഏറ്റവും നല്ല ആയുധം. അത് നീ ആദ്യം മനസ്സിലാക്കണം എന്നിങ്ങനെ ശബരി ദയോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ദയക്ക് അതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എന്നാൽ ഈ സമയം രവിയാണ് കാണിക്കുന്നത്. രവിയുടെ മനസ്സിൽ ഇങ്ങനെ പല ചോദ്യങ്ങൾ ഇങ്ങനെ അലട്ടി തുടങ്ങുകയാണ്. തീർച്ചയായും താൻ ഇനി വൈകിക്കരുത്, അനുപമയെ കാണാൻ പോവുക തന്നെ ചെയ്യണം. അതാണ് താൻ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഇവിടെ എന്തൊക്കെ കുത്തിത്തിരിപ്പുകൾ നടക്കുന്നുണ്ട്. എൻ്റെ ഭാര്യ അവൾ എന്നോട് കള്ളം പറയാണോ എന്നൊരു തോന്നൽ, ആ കുഞ്ഞ് എൻ്റേതാണോ എന്ന് ഞാൻ ചിന്തിക്കുന്നത് ഒരുപക്ഷെ പാവമായിരിക്കാം. പക്ഷേ എന്നാൽ ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി സത്യങ്ങൾ അറിയാൻ പോകണമെന്ന് കരുതി തന്നെ അനുപമയുടെ മുന്നിലോട്ട് എത്തുന്നു കേട്ടോ. അനുപമയാണെങ്കിൽ രവിയെ കാണുമ്പോൾ, എന്താ രവി പതിവില്ലാത്ത ഇങ്ങോട്ടേക്കുള്ള വരവ്? രവി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീടുണ്ടാവുന്ന വാക്കുകൾ എത്രത്തോളം വലുതാണെന്ന് രവിക്കറിയോ എന്നിങ്ങനെ പറയുമ്പോൾ, എന്താ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഉടൻ തന്നെ അവിടെ രവിയോട് കാര്യങ്ങൾ പറയാണ്. അതെ, ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കണമെന്ന് തോന്നിയതാണ്. പക്ഷെ ചില കാര്യങ്ങൾ മറച്ചു വെക്കേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഭാവി ആലോചിച്ച് മാത്രം. അത് ഇനി എന്തായാലും പിറക്കാൻ പോവല്ലേ. അപ്പം ഞാൻ കാരണം ആരുടെയും ജീവിതം തകർക്കുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷേ ഹർഷ കാരണം എൻ്റെ ജീവിതം തകർന്നു. ഹർഷ ഒപ്പം നിൽക്കുന്നത് കൊണ്ടാണ് സുശീലാൻ്റിക്ക് ഇത്രയും മനസ്സിൽ ഓരോ ഗൂഢലക്ഷ്യങ്ങൾ. അത് എന്നും അങ്ങനെ തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ന് ഹർഷയാണെങ്കിൽ നാളെ വേറൊരുത്തിയാണോ? അതാണ് സുശീലാൻ്റി. അവർക്ക് എന്നെ കണ്ടൂടാ. എൻ്റെ അമ്മ എന്നെ സ്നേഹിച്ചിട്ടില്ല. എൻ്റെ അമ്മായിമ്മ അങ്ങനെയാണ്. എന്നും എൻ്റെ അമ്മായിമ്മ എന്നെ ആ വീട്ടിൽ നിന്ന് ആട്ടി ഓടിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഹർഷ ഉള്ളത് കൊണ്ട് തന്നെ ഹർഷയെ ആയുധമാക്കി എൻ്റെ ജീവിതം അവർ തകർത്തു എന്ന് പറയാനായിട്ട്. അപ്പോൾ എന്താണ് ശരിക്കും ഉണ്ടായതെന്ന് പറയുമ്പോൾ അനുപമ എല്ലാ സത്യങ്ങളും തുറന്ന് പറയാൻ തയ്യാറാവില്ല. ഇന്ദ്രനെ ഇങ്ങനെ പകരത്തിന് പകരം തരാം, ഇന്ദ്രനെ ഞാൻ എടുക്കാം, നീ എൻ്റെ രവിയെ എടുത്തോ എന്ന ആ വാക്കുകളൊന്നും പറയാൻ തയ്യാറാവില്ല കേട്ടോ. കാരണം ഒരു കുടുംബം കലക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് തന്നെ, ഹർഷയെ പോലെ അത്രയും തരം താഴ്ന്ന പ്രവൃത്തി ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അനുപമ ആ വാക്ക് പറയില്ല കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ രവി ചോദിക്കുന്നുണ്ട്, എന്താണ് സത്യത്തിൽ ഇവിടെ ഉണ്ടായതെന്ന് വീണ്ടും ചോദിക്കുമ്പോൾ, ഞാനൊരു കാര്യം പറയാം, ഹർഷയും ഈ പറയുന്ന സുശീലാൻ്റിയും എന്നും ഒപ്പം നിൽക്കുന്നു എങ്കിൽ രവി സൂക്ഷിച്ചോളൂ. രവിയുടെയും ജീവിതം തകർത്തും ഹർഷയെ അവർ എന്നേക്കുമായി പലതിനും വേണ്ടി ഉപയോഗിക്കും. അത് മനസ്സിലാക്കണം. അവർക്ക് ഒരു ആയുധമാണ് ഹർഷ. എന്നാൽ രവി, നിന്റെ മനസ്സമാധാനം പോകുമെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ രവി പറയണം, അത് നീ പറയുന്നത് സത്യമാണ് അനുപമയെ. കാരണം എന്നിൽ നിന്നും ഇപ്പോൾ ഹർഷ വേറിട്ടിരിക്കുന്നു. അവരുടെ ഓരോ വാക്കുകൾ കേട്ടും ഹർഷയുടെ ക്ലാസ് കൊണ്ടും സുശീലാൻ്റിയും രണ്ട് കൂട്ടരും ഒരുപോലെയാണ്. അവരെന്തൊക്കെ മനസ്സിൽ ലക്ഷ്യം വെച്ച് മുള്ളും മുനയും വെച്ചുള്ള സംസാരമാണ്. എന്നാൽ എനിക്കത് ദൃഢമാക്കാൻ കുറച്ച് കാര്യങ്ങളും എനിക്ക് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അന്ന് എന്തോ നീ ചോദിക്കാൻ വേണ്ടി എൻ്റെ അടുത്തോട്ട് വന്നല്ലോ, അതെന്തായിരുന്നു എന്നിങ്ങനെ ചോദിച്ച ഉടനെ തന്നെ അനുപം പറയണം, അതെൻ്റെ വായ കൊണ്ട് പറയാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഞാനൊരു അമ്മയും ഞാനൊരു കുഞ്ഞിൻ്റെ അമ്മയും ഒരു ഭാര്യയും ഒക്കെയാണ്. അത് ആലോചിക്കണം. അതുകൊണ്ട് തന്നെ എൻ്റെ മകൻ നാളെ വളർന്നു വരികയാണ്. അതുകൊണ്ട് ഞാൻ ആ അപവാദം ഇവിടെ ഇപ്പോൾ രവിക്ക് മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ കുഞ്ഞിനെ നാളെ ബാധിക്കും. അയാളുമായ ഒരു ജീവിതം ഇനി ഞാൻ ആഗ്രഹിക്കുന്നില്ല, മടുത്തു. എന്നും അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്ന അയാളെ കുറിച്ചോർത്ത് ഇനി എനിക്കൊരു ജീവിതവുമില്ല. അതുകൊണ്ട് തന്നെ ഈ അനുപമ ഇനി ഒറ്റയ്ക്ക് നട്ടലുള്ളവളായി ജീവിക്കാൻ തന്നെ തയ്യാറായി മുന്നോട്ട് പോവുകയാണ്. എൻ്റെ അച്ഛൻ ഈ വീട് എൻ്റെ പേരിലേക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് രവി, നിൻ്റെ ജീവിതം തകരാതിരിക്കാൻ രവിക്ക് നല്ലൊരു ഉപദേശമാണ് ഞാൻ തരുന്നത്. ഒരിക്കലും ഈ പറയുന്ന ഹർഷയും സുശീലാൻ്റിയും തമ്മിൽ ഇനി ഒരു കൂട്ടുകെട്ടുണ്ടാവരുത്. ഈ പറയുന്ന സുശീലാൻ്റി ആ വീട്ടിലോട്ട് കയറി വരികയാണെങ്കിൽ, ഇന്ദ്രേട്ടൻ്റെ അമ്മ കയറി വരികയാണെങ്കിൽ അവിടെ നിന്ന് ആട്ടി ഇറക്കണം എന്നുള്ള ആ സത്യങ്ങളൊക്കെ ഇങ്ങനെ വെളിപ്പെടുത്താണ് കേട്ടോ. എന്നിട്ട് രവിയോട് പറയണേ, ഇനി മേലാൽ എന്നെ കാണാൻ ഈ വീട്ടിലോട്ട്
വരികയോ ഒന്നും ചെയ്യരുത്. നമ്മൾ തമ്മിൽ അല്ലാതെ തന്നെ അപവാദം പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കേ അറിയുള്ളൂ. പക്ഷേ അവർക്ക് ഇനി ഒരു ആയുധം ഇട്ട് കൊടുക്കാതിരിക്കാൻ രവി ഈ വീട്ടിലോട്ട് വരരുത്, ദയവ് ചെയ്ത് ഇതെൻ്റെ അപേക്ഷയാണെന്ന് പറഞ്ഞ് അവിടെ നിന്നങ്ങ് പോകുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഈ വാക്കുകളൊക്കെ കേട്ട് ഇങ്ങനെ ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. പിന്നീട് ഇങ്ങനെ സുശീല ഹർഷയെ കാണാൻ വന്നിരിക്കുകയാണ്. എന്നിട്ട് സുശീല കാര്യങ്ങൾ പറയണേ, നമുക്ക് ഒരു പണി ചെയ്താലോ, ഈ അനുപമ എന്ന് പറയുന്നവളുടെ പേരിൽ തന്നെയാണ് ആ വീട് മേടിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ദ്രൻ പറയുന്നത് അനുപമ അവിടെ നിൽക്കും തോറും ഇന്ദ്രൻ്റെ മനസ്സമാധാനം പോകുമെന്ന്, അവൾ പഞ്ചരത്നത്തിലോട്ട് പോയെങ്കിൽ അത് നന്നായിരുന്നെന്ന്. എന്നാൽ ഞാനൊരു ഐഡിയ പറയട്ടെ ഹർഷേ, എന്താ അത്? പിന്നെ ഈ അനുപമയെ ആ വീട്ടിൽ നിന്ന് ആട്ടി ഓടിക്കാനുള്ള ഒരു ആയുധം, അതായത് ഇനി എനിക്ക് മുന്നിൽ ഒരാളുണ്ട്, ആരെന്ന് ചോദിക്കുമ്പോൾ മുരുകൻ, അവനൊരു റൗഡിയാണ്, അവനെ കണ്ടാൽ തന്നെ ഒരു വശപിശക് തോന്നുന്നുണ്ട്, അവരെ വെച്ച് നമുക്ക് അനുപമയ്ക്ക് എന്തെങ്കിലും പണി കൊടുത്താലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് രവി കേട്ട് വരികയാണ് കേട്ടോ. അത് കൊള്ളാലോ ആൻറ്റി എന്നിങ്ങനെ പറയണേ. ഒരു 2 ലക്ഷം ഇറക്കാനുണ്ടെങ്കിൽ തീർച്ചയായും അവന് വേണ്ട പണികൾ ചെയ്യുമെന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് രവി അങ്ങ് കയറി വരികയാണ് കേട്ടോ. രവിക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അനുപമയുടെ ജീവിതം തകർത്ത് ഇവർ 2 പേരാണെന്നുള്ള സത്യം അറിയുമ്പോൾ രവിക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് രവി പറയണേ, അതെ തള്ളേ, നിങ്ങൾ ഈ വീട്ടിൽ അധികം നേരം നിൽക്കരുത്, മര്യാദക്ക് തള്ളേ, നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണമെന്ന് പറയുമ്പോൾ സൂക്ഷിച്ച് സംസാരിച്ചോളണം എന്ന് സുശീല പറയുമ്പോൾ, മരുമകളോടുള്ള പകയ്ക്ക് സ്വന്തം മകൻ്റെ ജീവിതം തകർത്ത ഒരമ്മയാണ് അതിന് എൻ്റെ ഭാര്യ പോലും കൂട്ടുനിന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ സുശീലക്ക് ദേഷ്യം പിടിക്കണം. അങ്ങനെ സുശീല പറയണേ, അതെ എന്നോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ നിങ്ങളായില്ല, അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിക്കൊള്ളണം എന്ന് പറയണം കേട്ടോ. ഇത് കേൾക്കുന്ന സുശീല ആകെ ഞെട്ടിപ്പോവാണ്. എന്നാൽ ഹർഷ, എന്താ രവിയേട്ട ആരോടാ ഈ പറയുന്നത്? ആരോടാ പറയുന്നത് എനിക്ക് നന്നായി അറിയാടി. ഒരു കുടുംബം കളിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീ എന്ന് ഇവരെ ഉച്ചരിക്കാൻ പറ്റില്ല, തള്ള എന്ന് തന്നെ ഉച്ചരിക്കണം. കുടുംബം കലക്കുന്ന തള്ളയാണിത്. ഇനി നീ ഇവരുമായി ഒരു ചെങ്ങാത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ഈ രവികുമാർ ആരാണെന്ന് നീ ശരിക്കും അറിയും. ഇത്രയും നാളും ഞാൻ എല്ലാം കണ്ടും കേട്ടും സഹിച്ചും ക്ഷമിച്ചും ഞാൻ നിന്റെ കൂടെ നിന്നു. ഇനി കഴിയില്ല. മറ്റുള്ളവരുടെ ശാപവാക്കുകൾ അത് നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഏൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞാണോ എന്ന് എനിക്കിപ്പോൾ ഉറപ്പ് പറയാൻ കഴിയില്ല. കാരണം നീയും ഇവരും കൂടി പല വേണ്ടാത്ത പ്രവർത്തികളും ചെയ്തു കൂട്ടുന്നത് ഞാൻ അറിയില്ലെന്നാണ് നീ കരുതിയിരിക്കുന്നത്. ഞാനൊരു പൊട്ടനാണെന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിനക്ക് തെറ്റുപറ്റി. ഒരിക്കലും ഞാനൊരു പൊട്ടനല്ല, എല്ലാം അറിയുന്നുണ്ട്, എല്ലാം കണ്ടിട്ടും കുടുംബമല്ലേ, ഒത്തൊരുമിച്ച് പോട്ടെ എന്ന് കരുതി പലതും സഹിച്ചും ക്ഷമിച്ചു നിൽക്കുമ്പോൾ നീ വീണ്ടും എനിക്കിട്ട് പണിയുന്നോ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ദേഷ്യപ്പെടുമ്പോൾ ഹർഷ ഒന്ന് നെട്ടുന്നു കേട്ടോ. എന്നാൽ സുശീല അങ്ങ് തകരുന്നു. കാരണം തനിക്ക് എന്തിനും ഏതിനും എനർജി ഉള്ളത് ഈ പറയുന്ന ഹർഷ തന്നെയാണ്. ഹർഷയെ തൻ്റെ മരുമകളാക്കണം, തനിക്ക് ഇന്ദ്രനെ ഒരു പേരക്കുട്ടി എന്ന് വിചാരിക്കുന്നത് ഈ പറയുന്ന ഹർഷയുടെ വയറ്റിൽ കിടക്കുന്ന ഇന്ദ്രൻ്റെ കുഞ്ഞ് തന്നെയാണ്. ആ ഒരു ആശ്വാസത്തിലാണ് ഇങ്ങനെ അനുപമയെ ആട്ടി ഓടിക്കാനൊക്കെ ഒരുങ്ങുന്നത്. ഇനി സുശീലയ്ക്ക് കണ്ണീർ നാളുകളാണ്. എന്തായാലും ഈ പറയുന്നത് പോലെ തന്നെ സുശീലയുടെ മരുമകൾ ഹർഷയായി തന്നെ വരും. പക്ഷെ അവിടെ കിട്ടാനിരിക്കുന്ന സുശീലയ്ക്ക് ഇതൊന്നല്ല, ഇതിലപ്പുറമാണ് കേട്ടോ.